നമസ്കാരം. മാത്വി ലേണിംഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ HST മാത്തമാറ്റിക്സ്, അതായത് പഴയ HSA മാത്തമാറ്റിക്സ്, ഇപ്പോ HST മാത്തമാറ്റിക്സ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും, അല്ലെ? ഫൈനൽ ആൻസർ കീ വന്ന് കുറെ പേരൊക്കെ മാർക്കൊക്കെ നോക്കി നല്ല മാർക്കുണ്ട് എന്നുള്ള ആശ്വാസത്തിലും കുറെ പേരൊക്കെ സങ്കടത്തിലും ഇരിക്കുകയായിരിക്കും. മാർക്ക് കുറവാണ് എന്നൊക്കെ വിചാരിച്ചു. അപ്പോ ഇനി എന്താണ് ഈ ഒരു പരീക്ഷയുടെ അടുത്ത ഘട്ടം എന്നുള്ളത് പറയാനും ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മളിപ്പം ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഫൈനൽ ആൻസർക്ക് വന്നു, നമ്മൾ മാർക്കൊക്കെ നോക്കി, ഏകദേശം കുറെ പേര് കട്ട് ഓഫിന്റെ അകത്ത്, കട്ട് ഓഫിന്റെ പുറത്ത്, കട്ട് ഓഫ് ഒക്കെ ഒരുപാട് പേര് പ്രവചിച്ചു കഴിഞ്ഞു, അല്ലെ? കട്ട് ഓഫ് പല ആൾക്കാരും കട്ട് ഓഫ് ഇങ്ങനെയാണ്, ഇത്രയാണ് കട്ട് ഓഫ്, ഇത്ര ഈ ജില്ലയിൽ ഇന്നാണ് കട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷെ അത് PSC മാത്രമേ ആ ഒരു കട്ട് ഓഫിനെ പറ്റി ഇപ്പോൾ പ്രസന്റ് അറിയുള്ളൂ. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരികയാണ് ചെയ്യാം. അത് ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ, മുമ്പ് ഏതെങ്കിലും PSC പരീക്ഷയ്ക്ക് നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ് അതൊക്കെ വെരിഫൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങളോട് പറയില്ല. അല്ലാത്ത ആളുകളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷന് വേണ്ടത് BSc B.Ed കേട്ടറ്റ് കാറ്റഗറി 3 അല്ലെങ്കിൽ BSc B.Ed സെറ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും? MSc ഉണ്ടാവും. അപ്പോൾ BSc B.Ed MSc സെറ്റ്, അങ്ങനെ ആ 4 സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കുക. അത് നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷോർട്ട് ലിസ്റ്റ് വരും. ആ ഷോർട്ട് ലിസ്റ്റ് വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ കിട്ടും, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉള്ളത്. അപ്പൊ നിങ്ങളൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള PSC ഓഫീസുകളിൽ നിങ്ങൾക്ക് വരും, എവിടെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉള്ളതെന്നുള്ളത്. മിക്കവാറും അതേ ജില്ലയിലെ PSC ആസ്ഥാനത്തിലായിരിക്കും അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ PSC ഓഫീസിൽ പോയിട്ട്, അതായത് നിങ്ങൾ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്തത് അവിടെ ആയിരിക്കും മിക്കവാറും, മാറ്റങ്ങൾ വരുമോന്നറിയില്ല, അവിടെ പോയി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ട് പോകണം. അത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സ്ലോട്ടൊക്കെ തരും. നിങ്ങളത് വെരിഫൈ ചെയ്യുക. വല്ല കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ കറക്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് വരിക. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വരിക എന്നുള്ളതാണ്. ഇന്റർവ്യൂ ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലും, അതായത് PSC പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ ആയിട്ട് വരും ഡേറ്റ് ഏതാണ് എന്നുള്ളത്. നിങ്ങളുടെ സ്ലോട്ട് ഏതാണ്, നിങ്ങൾക്ക് എവിടെയാണ് ഇന്റർവ്യൂ വരിക എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഇന്റർവ്യൂ വരുന്ന ദിവസം നമ്മൾ ആ ഒരു കൺസേൺഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അതാണ് നമ്മുടെ അടുത്ത ഒരു പ്രോസസ്സ്. അപ്പൊ ആ ഇന്റർവ്യൂ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തെയും ഇന്റർവ്യൂ, ആ ജില്ലയിലെ എല്ലാ സ്ഥലത്തെയും ഇന്റർവ്യൂ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നു തുടങ്ങും പതുക്കെ. ഓക്കെ, ഈ റാങ്ക് ലിസ്റ്റിന് 3 വർഷമാണ് കാലാവധി. അപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ ആണ് ഇനി നമുക്കൊരു പരീക്ഷ എന്ന നിലയ്ക്ക് നമുക്ക് ഇനിയും നേരിടാനുള്ളത് ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ ഇന്റർവ്യൂവിനെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഒരു ഓവറോൾ ഒരു ഐഡിയ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തരാം. ഇന്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് 8, 9, 10 ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക്, ഇപ്പൊ 8ാം ക്ലാസ്സിലെ സിലബസ് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. 9ഉം 10ഉം ഒക്കെ പഴയ ടെക്സ്റ്റ് തന്നെയാണ്. അപ്പൊ ആ ടെക്സ്റ്റ് നിങ്ങൾ കളക്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ സമഗ്രയിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അത് ബുദ്ധിമുട്ടില്ല. പിന്നെ അതുപോലെ കിട്ടുവാണെങ്കിൽ ടീച്ചേഴ്സ് ടെസ്റ്റും കൂടെ സംഘടിപ്പിക്കുന്നത് നല്ലതാണ്. അതിലുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. ഒരു 5ഓ 6ഓ ടോപ്പിക്ക്, കൂടുതലായാലും കുഴപ്പമില്ല, ഒരു 5ഓ 6ഓ ടോപ്പിക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ, അതായത് ഒരു 10ഓ 15ഓ മിനിറ്റ് ക്ലാസ് എടുക്കാനുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. 5ഓ 6ഓ ടോപ്പിക്ക്, അതിലും കൂടുതൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളെ ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. അത് അങ്ങനെ നമ്മളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. അപ്പൊ മിക്കവാറും ഇന്റർവ്യൂ ബോർഡിൽ 3 ആളോ അല്ലെങ്കിൽ 2 ആളോ ആണ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. അവിടെ ഒരു PSC ബോർഡ് മെമ്പർ ഉണ്ടാവും, PSC കണക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ 1-2 പേരുണ്ടാവും, ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ 2 പേരും ഉണ്ടാവും.
പിന്നെ ഒരു സബ്ജക്ട് എക്സ്പേർട്ട് ഉണ്ടാവും, നമ്മളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു സബ്ജക്ട് എക്സ്പേർട്ട് ഉണ്ടാവും. അപ്പോൾ അവരാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക, നമ്മളോട് ക്ലാസ് എടുക്കാൻ പറയും. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും. ക്ലാസ് എടുക്കാൻ പറയുന്നതിലും പല സ്ഥലങ്ങളിൽ ഇന്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം പല രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചായിരിക്കും ആ ഇന്റർവ്യൂ നടക്കുക, അല്ലെ. അപ്പൊ ക്ലാസ് എടുക്കാൻ പറയുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളോട് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് പറയും. ഈ ടോപ്പിക്കിൽ ഒരു ക്ലാസ് എടുക്കുക, ഈ ടോപ്പിക് എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കുക, ഒന്ന് പ്രസന്റ് ചെയ്യും എന്ന് പറയും. അപ്പൊ നമ്മൾ ആ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മളോട് പറയാ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ക്ലാസ് എടുക്കൂ എന്നായിരിക്കും പറയാം. ആ ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് നോളജ് അല്ല അവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. സബ്ജക്ട് നോളജ് എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് സബ്ജക്റ്റിനെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരിക. പക്ഷെ നിങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈലാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ശബ്ദമുണ്ടോ, അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് സംസാരിക്കണം, ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടോ, രണ്ടുപേരെ ഉള്ളൂ എന്ന് വിചാരിച്ച് പതുക്കെ സംസാരിക്കരുത്. ഒരു ക്ലാസ്സിനെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ ശബ്ദത്തിൽ ക്ലാസ് എടുക്കാം. നിങ്ങളുടെ ആ വോയിസ് കമാൻഡ്, ആ വോയിസ് മോഡുലേഷൻ അതെങ്ങനെയാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് ബോർഡുകളൊക്കെ ഉണ്ടാവും, ആ ബോർഡിലെ നിങ്ങളുടെ എഴുത്ത് എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾ അത്യാവശ്യം ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് കാണുന്ന രീതിയിലാണോ നിങ്ങൾ എഴുതുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യും. അപ്പൊ ആ ഒരു പ്രസന്റേഷൻ സ്റ്റൈലാണ് ആ ഒരു ക്ലാസ്സിലൂടെ അളക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് നിങ്ങൾ ക്ലാസ് എടുത്ത് തീരുന്നവരെയും എടുത്തോളം പറയും. ചില സ്ഥലത്ത് ഒരു 5 മിനിറ്റിലും താഴെ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ആ പ്രസന്റേഷൻ സ്റ്റൈൽ കണ്ടാൽ നിർത്തിക്കോളാനും പറയും. അത് ഡിപ്പെൻസ്, അതൊക്കെ ഓരോ സ്ഥലത്തെ രീതികൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ടോപ്പിക്ക് തുടങ്ങി അവസാനിപ്പിക്കുന്ന പോലെ 10-15 മിനിറ്റിന്റെ ഒരു ടോപ്പിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. ഇനി ചില സമയത്ത് നമ്മളോട് ഒരു ടോപ്പിക്ക് പറയും എടുക്കാൻ, ക്ലാസ് എടുക്കാൻ പറയും. അപ്പോൾ ചിലപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറയുക, അങ്ങനെ വേറൊരു ടോപ്പിക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് വേറൊരു ടോപ്പിക്ക് എടുക്കാനുള്ള അവസരം തരും. എന്തായാലും നിങ്ങളുടെ ക്ലാസ് എന്തായാലും കാണണം എന്നുള്ളതുകൊണ്ട് അത് എന്തായാലും നിങ്ങൾക്ക് ഒരു അവസരം തരും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ടോപ്പിക്കുകളും, മീൻസ് ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും, ബട്ട് 8, 9, 10 എല്ലാ ടോപ്പിക്കുകളും നോക്കിയിട്ട് പോവുക. ചില സമയത്ത് നമുക്ക് ആ ടോപ്പിക്ക് ചോദിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ക്ലാസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. ചിലപ്പോൾ നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ട് ഒരു മിക്കവാറും അതൊരു കോളേജ് പ്രൊഫസറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറോ ഒക്കെ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ ഒക്കെ പ്രൊഫസേഴ്സ് ഒക്കെ ആയിരിക്കും, ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിരിക്കും ഇത് ക്ലാസ് എടുക്കാനായിട്ട് വരിക, മീൻസ് സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ട് വരിക. അപ്പോൾ ആ സാറിന്റെ ഒരു സബ്ജക്റ്റിൽ ചിലപ്പോൾ ഒരു ടോപ്പിക്ക് പറഞ്ഞാലും ചില സാധ്യതയുണ്ട് നമുക്ക് ചിലപ്പോൾ പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്ത് പോവുക, അത് ഒരു കാര്യമാണ്. അപ്പോൾ ക്ലാസ് എടുക്കുക എന്നുള്ളത് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ക്ലാസ് എടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പോകണം. നല്ല രീതിയിൽ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സബ്ജക്റ്റ് അറിയാമെങ്കിലും അത് പെട്ടെന്ന് സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്കൂളിലും കോളേജുകളിലും ഇപ്പൊ ഈവൻ ട്യൂഷൻ ഒക്കെ എടുക്കുന്ന ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാത്ത ആളുകൾക്കാണ് ഈ പ്രയാസം ഉണ്ടാവുക. അപ്പൊ അവര് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക തന്നെ ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക തന്നെ ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഒരു ബോർഡൊക്കെ സംഘടിപ്പിച്ച് കുറച്ച് കുട്ടികളെ നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നിർബന്ധമായിട്ട്. അതൊന്ന്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിൽ ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അയാളുടെ എക്സ്പെർട്ടൈസ് ഉള്ള സബ്ജക്ട് ഫീൽഡ്, അബ്സ്ട്രാക്ട് ആൾജിബ്ര, ലീനിയർ ആൾജിബ്ര, ചിലപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ലെക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അവര് അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്നുള്ള ഭാഗങ്ങൾ, ഫൊറിയർ സീരീസ്, ഫൊറിയർ ഇന്റഗ്രൽ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക. ചിലപ്പോൾ സ്കൂൾ ലെവൽ, +2 ലെവൽ, സ്കൂൾ ലെവൽ എന്നുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓവറോൾ ഒരു റീഡിംഗ് ആണ് നിങ്ങൾ നടത്തേണ്ടത്. ഓൾറെഡി നിങ്ങൾക്ക് കുറേ സബ്ജക്റ്റുകൾ അറിയാവുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിന്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള വിദ്യാഭ്യാസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ പദ്ധതികൾ, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന, അതായത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അവതരിപ്പിക്കുന്ന
പുതിയ പുതിയ പദ്ധതികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആരൊക്കെയാണ് അത് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് വൈസ് എഡ്യൂക്കേഷണൽ സെക്ടർ ഒന്നൊരു പഠനം നടത്തി വെക്കുക. എത്ര DO ഓഫീസ് എത്രയുണ്ട്, ഏതൊക്കെയാണ് സബ് ജില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതായത് നമ്മൾ നമ്മുടെ ആ ഒരു ഏരിയ ആയിട്ട് നല്ല പരിചയം ഉണ്ട് എന്നുള്ള ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. പിന്നെ അങ്ങോട്ട് ചോദ്യം ചോദിച്ച് വെറുതെ ചോദ്യം ഇങ്ങോട്ട് വാങ്ങരുത്. ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറയുക. എന്ത് വേണേലും ചോദിക്കാവുന്ന ഒരു ഇന്റർവ്യൂ ആണ്, നിങ്ങൾക്കറിയാലോ. PSC ഇന്റർവ്യൂ എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാതെ ജനറലായിട്ട് ചോദിക്കാൻ പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ. മിക്കവാറും GK ആയിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ലാത്ത മാത്തമാറ്റിക്സിന്റെ ടീച്ചേഴ്സിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. മിക്കവാറും മാത്സ് ടീച്ചേഴ്സിന് GK കുറച്ച് കുറവാണെന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിൽ നിന്നും ആണ് പിന്നെയും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസർ പറയുക, മറുപടി പറയുക. അറിയാത്തത് നിങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ പറയാം. അതിന് മാർക്കൊക്കെ സ്വാഭാവികമായിട്ടും കുറക്കുണ്ടാവും. അപ്പൊ നമ്മൾ കണ്ടുവന്നുള്ളൊരു പ്രവണത എന്ന് പറയുന്നത് 14-13 മാർക്കാണ് ഒരുവിധം എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് മാർക്ക് വന്നതായിട്ട് ഇതുവരെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ തന്നെ ക്ലാസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 8, 9, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിലത്തെ ചോദ്യങ്ങളും അതല്ലാതെ പുറമേ നിന്നുള്ള ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ഇനി നടത്തേണ്ടത്. അപ്പൊ ഇന്റർവ്യൂ ആണ് ഇനി അടുത്ത് നമ്മുടെ ലക്ഷ്യം എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, കൂടുതൽ നമ്മൾ ക്ലാസ്സുകളിലും ബാച്ചുകളിലുമായിട്ട് നമ്മുടെ ബാച്ചുകളിലൊക്കെ ഇതിന്റെ വരും ദിവസങ്ങളിൽ, അത് ഇന്റർവ്യൂ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ സമയങ്ങളിൽ നമ്മൾ ഇതിന്റെ എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ ഒക്കെ വരുന്ന ക്ലാസ്സുകൾ നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്റെ മാർക്ക് കുറവാന്ന് വിചാരിച്ചാൽ ആരും പേടിക്കോ ടെൻഷൻ അടിക്കോ ഒന്നും വേണ്ട. ഇനിയും അവസരം ഉണ്ട് നിങ്ങൾക്ക്. ഫൈനൽ ആൻസർക്ക് വന്നല്ലോ, അതല്ലാതെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. റാങ്ക് ലിസ്റ്റേക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവാം. ഒരു ഓവറോൾ ജനറൽ റീഡിംഗ് ഒക്കെ നല്ലതാണ് എല്ലാവർക്കും. ഓക്കെ, കറണ്ട് അഫയേഴ്സ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.